നെവിൻ പറയുന്നില്ല ഐഡന്റിറ്റി, പക്ഷെ അത് നമ്മൾ പറയണത് ശരിയല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ നെവിനെ പോലെ ഒരാളിന് നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും അവർക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല. നെവിനെ സപ്പോർട്ട് ചെയ്തതും ആദില നൂറിനെ സെപ്പറേറ്റഡ് ആയിട്ട് കാണേണ്ടെന്നും കാര്യമൊന്നുമില്ല. നൂറ് ആദിലയ്ക്ക് ഒരു സപ്പോർട്ട് കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയാണ്, ശരിയാണ്. ആ കിട്ടിയ പിന്തുണ ഒരു ലെസ്ബിയൻ കപ്പിളാണ്, അതൊരു ഗേ കപ്പിളായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഇതേപോലെയാണ് അവരുടെ ക്യാരക്ടറെങ്കിൽ കിട്ടും. തലേ ദിവസം ആദിലയുടെ ബർത്ത്ഡേ വിഷസ് നടത്തുന്നത് ഇവിടെ നിന്ന് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഞങ്ങളൊക്കെയാണ്. അപ്പൊ നെവിൻ അത് ഫീൽ ചെയ്തു, എന്ത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് മൊത്തം ഇവർക്കാണ്, നെവിൻ അല്ല. പക്ഷെ ഒരിക്കലും പോലും നെവിൻ അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സപ്പോർട്ട് ചെയ്യണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല, പറയും ചെയ്തിട്ടുണ്ട്. നെവിൻ സെൽഫിഷ് ആണ്. നെവിൻ പുറത്തു പോകുന്ന പ്രൊവോക്കിംഗ് ഗെയിം, ആ സമയത്ത് നെവിൻ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടായെന്നറിയാമോ? തലേ ദിവസം ആദിലയുടെ ബർത്ത്ഡേ വിഷസ് നടത്തുന്നത് ഇവിടെ നിന്ന് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഞങ്ങളൊക്കെയാണ്. അപ്പൊ നെവിൻ അത് ഫീൽ ചെയ്തു, എന്ത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് മൊത്തം ഇവർക്കാണ്, നെവിൻ അല്ല. പക്ഷെ ഒരിക്കലും പോലും നെവിൻ അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സപ്പോർട്ട് ചെയ്യണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല, പറയും ചെയ്തിട്ടുണ്ട്. നെവിൻ സെൽഫിഷ് ആണ്. നെവിൻ പറയുന്നില്ല ഐഡന്റിറ്റി, പക്ഷെ അത് നമ്മൾ പറയണത് ശരിയല്ല ശരിക്കും. അതുകൊണ്ട് തന്നെ നെവിനെ പോലെ ഒരാളിന് നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും അവർക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല. നെവിനെ സപ്പോർട്ട് ചെയ്തതും ആദില നൂറിനെ സെപ്പറേറ്റഡ് ആയിട്ട് കാണേണ്ടെന്നും കാര്യമൊന്നുമില്ല. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണെന്ന് ഐഡന്റിറ്റി. ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡം എന്താ? അതായത് നമ്മളുടെ അടുത്തൊരു സപ്പോർട്ട് ഇവര് ചോദിച്ചിട്ടുണ്ട്, വാക്കാൽ ചോദിച്ചിട്ട് ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണോ? ഞാൻ തന്നെ ചെയ്യുന്നത്. എന്നോട് ഒരിക്കൽ പോലും കഴിഞ്ഞ വർഷം ജാസ്മിൻ്റെത് ഒരിക്കലും എൻ്റെ അടുത്ത് സപ്പോർട്ട് വേണമെന്ന് ചോദിച്ചൊരു കാര്യമല്ല. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വരെ പോയി ജാസ്മിനെ കൊണ്ടുവന്ന് വെച്ചാൽ അതിരത്ത് സൈബർ ബുള്ളിങ് ആയിരുന്നു ജാസ്മിൻ ഇവിടെ സമൂഹത്തിൽ നേരിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്ര ഒരു കുട്ടിക്കൊപ്പം നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം എന്ന് കണ്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് ഞാൻ ഒരുപാട് കേട്ടു ശരിക്കും. പക്ഷെ ഇപ്പോഴും അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ അവളോട് അങ്ങോട്ട് വിളിക്കണമെങ്കിലോ അവൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ വിളിക്കാറുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത്. എനിക്ക് അവരുമായിട്ടൊന്നും ഒരു പ്രശ്നങ്ങളില്ല. പക്ഷെ ജനങ്ങളായിട്ട് നിൽക്കുന്ന ആളുകള് ഞാനൊരു ആക്ടിവിസ്റ്റ് ആണെന്നുള്ളത് മറന്നുപോയി. ഞാൻ ഇത്തരം കാര്യത്തിനകത്ത് ഇറങ്ങി മുന്നോട്ട് നിൽക്കുന്നതിന്റെ റീസൺ ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്നുള്ളത് മറന്നിട്ട് ഞാൻ എന്തോ ഒരു ഫെയിമിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ആക്കുന്നുണ്ട്. അപ്പോഴും ഇവരാരും മനസ്സിലാക്കുന്നില്ല ഞാൻ സീസൺ 1 വന്നൊരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത്. അതായത് ഇവർ ഇന്ന് കാണുന്ന സെലിബ്രിറ്റികളെ ഈ സീസണുകൾ കാണുന്ന സെലിബ്രിറ്റികൾക്ക് ക്ലാപ്പ് കൊടുക്കുമ്പോൾ അവരൊക്കെ വരുന്നതിന് മുമ്പേ വന്ന ഒരു ആളാണ് ഞാൻ എന്നുള്ളത്. സെലിബ്രിറ്റി എന്നല്ല ഞാൻ പറയുന്നത്, വന്നു പോയ ഒരാളാണ്, ഈ ഷോ കണ്ട ഒരാളാണ്, ഈ ഷോയിൽ പങ്കെടുത്ത ഒരാളാണ്, ഈ ഷോയുടെ എല്ലാ അഡ്വാൻറ്റേജും കിട്ടിയ ഒരാളാണ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു അപ്ഡേഷൻ കുറച്ച് മാറിയെന്ന് വിചാരിച്ചിട്ട് മറ്റിപ്പോൾ ഉള്ള വരുന്ന ന്യൂജൻ കുട്ടികളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ സ്വീകാര്യത ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പലതരത്തിലേക്കൊക്കെ കോൺട്രവേഴ്സികൾ. ഞാനിപ്പോ പറയാണ്, ഞാൻ ഇത് കഴിഞ്ഞടോ, ഞാൻ സീസൺ 1 2018 ഞങ്ങൾക്ക് 19-20ഓളം കണ്ടസ്റ്റൻസ് വന്നതിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ആണ് ഞാൻ. 48 ദിവസം നിന്നിട്ട് സീസൺ 1 അതും ലെജൻഡേഴ്സ് ആയിട്ടുള്ള നല്ല സൂപ്പർ സീനിയർ ആർട്ടിസ്റ്റുകൾക്കൊപ്പം നിന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വന്ന് നിങ്ങൾ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആക്ച്വലി. പക്ഷെ വിഡ്ഢികളായിട്ടുള്ള കൂശ്മാണ്ഡങ്ങൾക്ക് അറിയത്തില്ല ഇത്. ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞ ജാസ്മിന്റെ ഫാൻസ്, ഞാൻ സീരിയസ്ലി ജാസ്മിൻ ഗബ്രി കോംബോയുടെ ഒരു ഫാൻസ് ടീം നല്ല കുട്ടികളായിരുന്നു കേട്ടോ. ജാസ്മിന്റെ മാത്രം ഫാൻസ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള കുറച്ച് ആൾക്കാരായിരുന്നു. ഞാൻ ജാസ്മിനോട് തന്നെ പറഞ്ഞു, മോളെ എന്ത് ഇതാണെന്നുള്ളത്. ഇവരൊക്കെ നമ്മളെ വിലയിരുത്തുന്നത് വെച്ചാൽ എന്തോ ജാസ്മിന്റെ എന്തോ എനിക്ക് കിട്ടി എന്നൊക്കെ ഉള്ള രീതിയൊക്കെ. ആ കുട്ടികളൊക്കെ അവരുടെ പ്രൊഫൈൽ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. ഞാനൊക്കെ അതിന് മുമ്പേ എന്റെ പ്രൊഫൈല് പ്രൂവ് ചെയ്ത ആളാണ്. സോ പിന്നെ മനസ്സിലായി അത് അന്നത്തെ പേളിന്റെ തന്നെ ഫാൻസ് ആണ് ഇത് എന്നുള്ളത്. കാരണം നമ്മൾ പേളിയും ഞങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ സീസണുകളിൽ ഒരു ജഗട ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഷോയുടെ ഭാഗമായിട്ട് മാത്രമാണ്. വെളിയിൽ ഇറങ്ങി ഇപ്പൊ നമുക്ക് അസോസിയേഷൻ ഉണ്ട്. ഞങ്ങളെ അസോസിയേഷനകത്ത് എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം, വിമർശനങ്ങളുള്ള ഇഷ്ടമില്ലാത്ത പല കണ്ടസ്റ്റൻസും അതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് അസോസിയേഷനിൽ തുടർന്ന് പോയാലേ പറ്റത്തുള്ളൂ, എല്ലാവരും ഒരുമിച്ച് പോകുന്നതായതുകൊണ്ട് അങ്ങ് പോവുക, അത്ര തന്നെ. അതിൽ 100 വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്ന കണ്ടസ്റ്റൻസ് ആരുന്നേക്കോട്ടെ, അവർ കിട്ടുന്ന സപ്പോർട്ടിനെ അപേക്ഷിച്ച് നൂറ് ആദിലയ്ക്ക് ഒരു സപ്പോർട്ട് കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. ആ കിട്ടിയ പിന്തുണ ഒരു ലെസ്ബിയൻ കപ്പിളാണ്, അതൊരു ഗേ കപ്പിളായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു? ഇതേപോലെയാണ് അവരുടെ ക്യാരക്ടറെങ്കിൽ കിട്ടും, സ്വഭാവം.
അതായത് ഇപ്പം സ്വഭാവത്തെക്കാൾ അപ്പുറം സ്വഭാവം ഞാനല്ല, പറയുന്നത് ഞാൻ ബിഗ്- സ്വഭാവത്തെയാണ് ആ, address അതായത് ചെയ്യുന്നത്. അതായത് ഈ സ്വഭാവം എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള തുടർ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടതായിരിക്കും പറയാം. അതിന് മുമ്പ് വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ടാവില്ലായിരിക്കും അല്ലെ. ഞാൻ പറയുന്നത് ആദ്യമേ പ്രഥമ ദൃഷ്ടിയാൽ അല്ലല്ല ഒരു ലെസ്ബിയൻ കപ്പിളിന് കിട്ടുന്ന സ്വീകാര്യത ഗേ കപ്പിളിന് കിട്ടാൻ പറ്റും പ്രഥമ ദൃഷ്ടിയാൽ അല്ല, കിട്ടുന്നത്. എനിക്ക് ഷോയിലൂടെ അല്ല അവരെ അറിയുന്നത്, അവരല്ലാതെ തന്നെ ഇത്രയും അത് നല്ല ശരിക്കും ലവബിൾ ആയിട്ടുള്ള വ്യക്തിപരമായിട്ട് കുട്ടികളാ. അറിയുന്നോണ്ട് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു പ്രേക്ഷകന്റെ പിഒവിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും ഞാൻ ഒരു പറഞ്ഞല്ലോ, ലെസ്ബിയൻ കപ്പിൾ കിട്ടുന്നുള്ള ഒരു സംഭവം ഗേ കപ്പിൾ കിട്ടാറുണ്ടോ? ലെസ്ബിയൻ കപ്പിളും ഗേ കപ്പിളിനും ക്യാരക്ടർ നല്ലതാണെന്നുണ്ടെങ്കിൽ സ്വീകാര്യത കിട്ടും. എനിക്കതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലായത്. അത് ഗേ എന്നില്ല, ലെസ്ബിയൻ എന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, അത്യാവശ്യം നല്ല ക്യാരക്ടറും നല്ല രീതിയിൽ ആളുകളോട് ബിഹേവ് ചെയ്യുകയും എല്ലാവരെയും ഒരുപോലെ കാണുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരോട് നല്ല സ്നേഹവും സഹകരണവും തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. രണ്ടുപേരും കാണുന്ന സമീപനം ഇപ്പൊ സൊസൈറ്റിയില് ഒന്ന് തന്നെയാണോ? ഒരു ആരെയാണ്? ഗേ കപ്പിളിനെ കാണുന്ന വീക്ഷണം അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിളിനായിട്ടും കാണുന്നത് ഒരേ കണ്ണൂടെ തന്നെയാണോ തോന്നുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരെയും കാണുന്നത് ഒരേ കണ്ണില്ല. അങ്ങനെ എങ്ങനെയാണോ തോന്നുന്നത്? കാരണം വുമൺസ് സ്ത്രീകളായതുകൊണ്ട് അവരുടെ സെക്ഷുവാലിറ്റി ആരും ചെന്ന് ചെകഞ്ഞു നോക്കാൻ പോണില്ല. സെക്ഷുവാലിറ്റി തുറന്നു പറയുമ്പോഴത്തേക്ക് ട്രാൻസിന് കിട്ടുന്ന പോലെ തന്നെ അബ്യൂസിങ് തന്നെയാണ് അവർക്കും കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ. ഗേ ആണെന്ന് തുറന്നു പറയുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറഞ്ഞ അനാവശ്യ വേർഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരാമർശം തന്നെയാണ് കിട്ടുന്നത്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെയാണല്ലോ ആദ്യമേ നമ്മൾ കുറേ വിസിബിലിറ്റി ഉള്ള ഒരുപാട് സെലിബ്രിറ്റി ആളുകളെയൊക്കെ കണ്ടത്. അതിനുശേഷമാണ് ഒരുപാട് ഗേ കമ്മ്യൂണിറ്റീസ്, ലെസ്ബിയൻ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ആരവരെ ഐഡന്റിറ്റി തുറന്നു പറയുന്നു, അത് ഏത് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ ആദ്യം എങ്ങനെ കണ്ട് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് അവരെല്ലാവരും കാണുന്നത്. ഒരേ ഒരേ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് മാറ്റമില്ല. ചെയ്യുന്നത്. ഈ പലപ്പോഴും കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു പറയുമ്പോഴും ഈ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ ചേരിതിരിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പൊതുവേദിയിലും നവമാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പലപ്പോഴും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്നത് ബിഗ് ബോസ് പോലുള്ള വേദികളിലെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ടോ? അതെ, ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പബ്ലിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കമ്മ്യൂണിറ്റി മാത്രമല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഈ കമ്മ്യൂണിറ്റിയെ മാത്രം ബേസ് ചെയ്ത് ചോദിക്കുമ്പോഴാണ് അല്ല, എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് കൂടുതലുണ്ടാവുമല്ലോ മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് മാത്രം അല്ലെ. പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതല്ലാതെ വരുന്നതും കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്നായി വരുന്നതിലും സപ്പോർട്ടിന് വ്യത്യാസം ഉണ്ടാവില്ലേ? ബിഗ് ബോസിന്റെ റിയാലിറ്റി ഷോ, ഞാൻ പറയുന്നത് റിയാലിറ്റി ബിഗ് ബോസിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴുള്ള ഇൻഫ്ലുവൻസേഴ്സിൽ ഒരുവിധം ആളുകളുടെയും ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി അവരുടെ ഉള്ളിൽ ഈ ഷോയിൽ കയറണമെന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു 75% ആൾക്കാർക്കും ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതുതായിട്ട് അപ്ഡേറ്റഡ് ആയി വന്നിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലയിലുള്ള പല ആളുകളായിക്കോട്ടെ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷോയിൽ വരാൻ വേണ്ടി തന്നെ അപ്ഡേറ്റിംഗ് ആവുന്ന ആളുകളുണ്ട്. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്ന ജാസിക്കൊക്കെ ഈ ഷോയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കണ്ടന്റ് കൂടുതലും മേക്ക് ചെയ്യുന്നത് പോലും അവർക്ക് നാളെ ഒരു പക്ഷേ ഈ ഒരു സ്പേസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അവർക്ക് ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, അവരുടെ ലൈഫിൽ അവർക്ക് ആക്ടിങ് ഇഷ്ടമാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇതിലേക്ക് സ്വീകാര്യത കിട്ടിയാൽ വിളിച്ചാൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട്. ഇപ്പം റിയ ആയിക്കോട്ടെ, ദീപ റാണി ആയിക്കോട്ടെ, അമയ പ്രസാദ് ആയിക്കോട്ടെ, ഇത് ദയ ഗായത്രി ആയിക്കോട്ടെ, ഇവർക്കൊക്കെ സാധ്യ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.